നാട്ടുപുറത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ഹലോ ഹലോ. പൂരത്തിന്റെ നാട്ടിൽ നിന്നും പൂരം ഒട്ടും കാണാത്ത ആനയെ മാത്രം കണ്ടിട്ടുള്ള ചെക്കൻ വീട്ടിൽ പോയോ? എന്ത് വീട്ടിൽ പോകാ? തൃശ്ശൂർ പൂരമായിട്ട് നീ പോയില്ല എന്ന് പറഞ്ഞ? ആ പോയി, പക്ഷെ പൂരത്തിന് പോയില്ല. അല്ല മക്കളെ പോയി അടിയടാ. അവൻ കാല് മുടക്കി ചെവിയിലടിക്കുന്നേ, എന്നിട്ട് തലയും കുതി വീഴുകയും ചെയ്യും. അത് വേറെ. അവൻ പക്ഷെ നിന്നിട്ട് കറങ്ങിയിട്ട് കാണണോ? അതിന്റെ മൂവ്മെന്റ്സ് ഒന്നും നീ കാണൂല, ഇത്ര സ്പീഡിലായിരിക്കും. കണ്ടോ? പേടിയുണ്ടോ? നീ കൊറേ നേരം അതിലെ പോവാൻ പോകുന്നുണ്ട്. പേടിയുണ്ടോ? ഒരു കാര്യം ചെയ്യും, അടിയും പിടിയൊന്നും വേണ്ട. നമ്മുടെ സംഗീതത്തിന്റെ ലോകമല്ലേ, നീ ഒരു പാട്ട് പഠിക്കും. ഞെട്ടണവൻ ഇനി മേലെ തൃശ്ശൂർ പൂരം കാണാൻ പോവാതിരിക്കരുത്. റെഡി? മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരി മാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായ പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, ഇല്ലിലം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ, അപ്പൊ എന്റെ പൊന്നു മാനിഞ്ഞു വാ. ശ്രീഹരി, ഇത് പാടിച്ചെന്തിനാന്നറിയോ? നിനക്കൊരു ഉത്തേജനം നൽകാനാണ്. ഏത് പാട്ടാ പാടാൻ പോണേ? പൊന്നുഷസിനുപവനങ്ങൾ. അണ്ണനുമായിട്ട് ബന്ധമുള്ള പാട്ടാ. താങ്ക് യു. പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും, അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും, അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും നിറങ്ങൾ പൂവിടും. മനസ്വിനി മനോഹരി ഭവനത്തിൻ നിധി, ത്യാഗമയി ജയിപ്പു ഭാഗ്യവതി. മനസ്വിനി മനോഹരി ഭവനത്തിൻ നിധി നിധി. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും, അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും നിറങ്ങൾ പൂവിടും.
ഓമനത്തൻ കരങ്ങൾ തഴുകിടുമ്പോൾ പരിസരം കൊണ്ടാടുമാ സ്പർശന സുഖം. ഓമനത്തൻ കരങ്ങൾ തഴുകിടുമ്പോൾ പരിസരം കൊണ്ടാടുമാ സ്പർശന സുഖം. സുഖം ഉന്നുഷസിന്നു പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും. അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും. അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും നിറങ്ങൾ പൂവിടും സ്വരങ്ങൾ പാറിടും. നിറങ്ങൾ പൂവിടും സ്വരങ്ങൾ പാറിടും നിറങ്ങൾ പൂവിടും. താങ്ക് യു. ശ്രീഹരിക്കുട്ട എന്തോ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? എനിക്ക് ലാസ്റ്റ് തൊണ്ട ഡ്രൈ ആയി അല്ലേ? അതെ. എനിക്ക് കുറെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറെ സംഗതികളൊക്കെ കൊള്ളായിരുന്നു. പല്ലവി കൊള്ളായിരുന്നു. പക്ഷെ അത് കുറച്ച് ലോ ആയി പോയെന്ന് തോന്നി എനിക്ക്. നല്ല റേഞ്ച് ആണല്ലോ. അപ്പം കുറച്ചുകൂടെ ഒന്ന് ഒരു നോട്ട് പൊക്കിയാലോ? പൊന്നുഷസിന്നു പവനങ്ങൾ പൂവിടും പുലരി ഭൂപാളം കേൾക്കും. അവളും പൊൻവെയിലും വെളിച്ചം തരും തരും. തരും തരും പൊന്നുഷസ് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആയി. എപ്പോഴും ലിറിക്സ് മോൻ നോക്കണം. ഭാഗ്യവതി അല്ല ഭാഗ്യവതി, ഭവനം ആണ് ഭവനമല്ല. അപ്പൊ അതൊക്കെ നോക്കണം. ഇനി അച്ഛൻ പണ്ട് അതൊന്ന് പാടിക്കേ. അച്ഛൻ പണ്ടു ചെയ്ത പുണ്യലതയിൽ ഇവൾ പൂത്തുവോ അങ്കനമാരെ വാഴ്ത്താൻ കാലം കാവ്യമിങ്. ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ പാടിയപ്പോ നല്ല തുറന്നു കിടക്കുന്നു. അങ്ങനെ കുറെ പോർഷൻസ് ഉണ്ട് മോനെ ഇതിനകത്ത്. ഹിഡൻ ആയിട്ട് അത് ഒളിഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ മോനൊന്ന് ശ്രദ്ധിക്കണം. ഈ ശ്രുതി ഒന്ന് ഈ പിച്ചിലായിരുന്നെങ്കിൽ മോന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ശരിക്കുള്ള ശ്രുതി പാടണമെന്നില്ല, എന്നാലും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റിന്. അപ്പൊ അടുത്ത പാട്ടിൽ നമ്മൾ പിടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ, എന്തോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുലരി ഭൂപാളം കേൾക്കും എന്ന് പറഞ്ഞപ്പോ ചെവിക്കകത്ത് അതെന്തായിരുന്നു അത്? അങ്ങനെ ഒരു ആക്ഷൻ. ആ കേൾക്കും കേൾക്കുമെന്ന് ഇങ്ങനെ അല്ലേ? ഭൂപാളം കേൾക്കും. കുഞ്ഞിന്റെ ചെവിക്കകത്ത് പണ്ട് പോയോ എന്തെങ്കിലും. അതൊക്കെ കൊള്ളായിരുന്നു മക്കളെ. ഈ ചരണമൊക്കെ നീ ഇപ്പൊ എം ജി അണ്ണൻ പറഞ്ഞ ഒരു കാര്യം മോനെ, അക്ഷരം ആ നിധിയാണ് നിധി. ഇതൊക്കെ പൂരം കാണാൻ പോയിരുന്നെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നിനക്ക് മനസ്സിലാവുകയും ചെയ്തേനെ, നന്നായി പാടാനും കഴിഞ്ഞേനെ. തൃശ്ശൂർക്കാരുടെ ഒരു ഇവൻ നമ്മുടെ പൂരം കാണാൻ വന്നില്ലല്ലോ എന്ന് അവർക്കൊരു മനോവ്യഥ കാണും തൃശ്ശൂരുകാർക്ക്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ പാടാൻ നേരത്തെ പറ്റുന്നത്. അവിടെ പോയാലും കാണൂ. എന്തോന്ന് തൃശ്ശൂർക്കാർ എന്തോന്ന് എന്നെ കണ്ടുപിടിക്കും. നിന്നെ കണ്ടുപിടിക്കും. എനിക്കറിഞ്ഞൂടാ എന്താ ഉദ്ദേശം. പൂരപ്പറമ്പിൽ നിന്നെ നോക്കി എക്സ്പെക്ട് ചെയ്ത് എത്ര ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ എത്ര പേര് ആഗ്രഹിച്ചു. കളഞ്ഞില്ല ചാൻസ് അല്ലേ? ആ ശരിയാ, കൊറേ പേരുണ്ടായിരുന്നു. എന്റെ ചാൻസ് അല്ലല്ലോ, അവരുടെ ചാൻസ് അല്ലേ എന്നല്ലേ? നാട്ടുകാരോടൊരു സ്നേഹം വേണ്ട മക്കളെ. എന്തോന്നോ മക്കളെ ഇത്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞു ഇത് മോൻ ശരിയായിക്കോളൂ കേട്ടോ. എടാ കുട്ടാ, മോൻ ഈ പാടുമ്പോഴല്ലാണ്ടും ഈ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോഴും കുറച്ച് നമ്മൾ കൊളോക്കിയലായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ ആ വാക്കുകളുടെ ഒരു പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കാൻ നോക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ വന്നോളും. അത് പിന്നെ ഞാൻ എഴുതിയത് മൊത്തം ലിറിക്സ് ക്ലാരിറ്റിനെ പറ്റി മാത്രമാണ് കേട്ടോ. വേറെ ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. രസമായിരുന്നു മോൻ പാടണം, കേൾക്കാൻ ഫണ്ണായിരുന്നു. മോനൊരു സ്റ്റേജിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാനും ഓഡിയൻസിനെ കയ്യിലെടുക്കാനൊക്കെ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു കുഴപ്പമില്ല. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. ശരി മാം. മോനെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പ്ലസന്റ് സോങ് ആണിത് കേട്ടോ. കാരണം മോനും ശരിക്കും അത് എൻജോയ് ചെയ്ത് പാടി. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ടെമ്പോ കുറച്ച് മോന് കുറച്ച് പിച്ചിലുപരി ടെമ്പോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടീസ് തോന്നാം. പിന്നെ അതേപോലെ സംഗതികളുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ മിസ്സായി പോവും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസാണ് അങ്കിൾ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മോന് നേരത്തെ പറഞ്ഞു തൊണ്ട വരണ്ട് പോയെന്നൊക്കെ പറഞ്ഞു. അതും ഒരു ഫാക്റ്റായിരിക്കാം. പക്ഷേ ഓവറോൾ നന്നായിരുന്നു. പിന്നെ പ്രൊനൗൺസിയേഷൻ്റെ അതും ഈ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്കിൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ശരിക്കുള്ള മലയാള ഭാഷ ഡിഫറെൻറ്റ്.
പക്ഷെ അത് ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ട് അവരെ ഡിഫറെന്റ് ആക്സസ് ഇട്ട് പറയുന്നു. പറഞ്ഞോട്ടെ, സന്തോഷം. സംഗീതത്തിൽ ഒരൊറ്റ ലാംഗ്വേജ്, ഒറ്റ ഭാഷ, ഒറ്റ ശൈലിയാണ്. താങ്ക് യു. അപ്പൊ മോനത് പഞ്ച് ഡയലോഗ് അടിച്ചു അതാണ്. പിന്നല്ല, തഗ് ഡയലോഗ് അല്ലേ. സംഗീതത്തിൽ ഒറ്റ ഭാഷയുള്ളൂ മോനെ. ആ ഭാഷ മോൻ ഓൾവേസ് ഫോളോ ചെയ്യണം. സംഗീതത്തിന് ഒറ്റ ഭാഷയുള്ളൂ ബിജുനാരായണൻ എന്ന് ബിജുനാരായണൻ. അതെ, ഇനി മുതൽ ഇതെന്റെ ഒരു കോട്ടയായിട്ട് എഴുതപ്പെടും. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് ഞങ്ങൾ തരുന്നത് ഇറ്റ്സ് 97 out of 100. താങ്ക് യു. ശ്രീഹരി, എന്തോ we are giving you a supreme. താങ്ക് യു. ആടി ഒരു പുലരിപ്പൂക്കുറ്റി. Congratulations, you are awarded a supreme. താങ്ക് യു. പവനങ്ങൾ പൂവിടും. കുട്ടിക്കുറുമ്പ് കൂട്ടിലെ പ്രിയപ്പെട്ട പാട്ടുകാരി നമ്മുടെ ലക്ഷ്മി കുട്ടി എത്തുന്നു. വെൽക്കം ലക്ഷ്മി ഓൺ സ്റ്റേജ്. അയ്യോടാ ആഹാ, ഇത് ആരാ ഇത്? സുന്ദരി. സൂപ്പർ. അയ്യോ, മുടിയുണ്ടോ? ലച്ചുക്കുട്ടി, എങ്ങനെയാ ഇത്? ഏത് എണ്ണയാ തേച്ചത്? ഞാൻ വെളിച്ചെണ്ണ. ഓ, വെളിച്ചെണ്ണ ഇത്ര effect ആവും. കാരണം മക്കളെ ഏത് അടിക്ക് രാത്രി കിടന്ന് തേച്ചോണ്ട് കിടന്ന് കാലത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് കാലിന്റെ അപ്പുറത്ത് വീടിന് വെളിയിലേക്ക് മുടി വളർന്നു പോയേ. വെട്ടിയെടുത്ത് സ്പെഷ്യൽ വെളിച്ചെണ്ണ. സ്പെഷ്യൽ വെളിച്ചെണ്ണ. അത് എന്റെ വെളിച്ചെണ്ണ. ഫാക്ട് വളം വല്ലോ ആയിരിക്കും മക്കളെ. FACT. കുഞ്ഞെ, എന്തോ നല്ല രസമുണ്ട് മക്കളെ കാണാൻ കേട്ടോ. ഈ മുടി തിരുപ്പനല്ലേ? അയ്യേ. പക്ഷെ ചക്കര, യു ആർ എ സ്വീറ്റ് ഹാർട്ട്. പക്ഷെ അണ്ണാജി വേറൊരു കാര്യമുണ്ട് കേട്ടോ. അവള് തിരുപ്പം വെച്ചിരിക്കുന്നത് ഇവരും വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടാ പറയത്തില്ല ഇവരുടെ തിരുപ്പം. ഒറിജിനൽ മുടിയാ ഇത്, അവളുടെ ഒറിജിനലാ. അല്ല, തിരുപ്പൻ എന്ന് പറഞ്ഞാൽ മുടി തന്നെയാണ്. പക്ഷെ വേറെ വല്ലവരുടെ ആന്നേ ഉള്ളൂ. അങ്ങനൊന്നും വെക്കത്തില്ല. അല്ല, നിങ്ങളുടെ അങ്ങനെയാണ്. പക്ഷെ എങ്കിലും പറയണ്ട, വെളി പറയണ്ട. അല്ല, അവിടെ കാണിച്ചു കൊടു, മോളെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാ ആ, അതും മുടിയല്ലേ? ഇത് പക്ഷെ ഫ്രിസി ആയിട്ടാണുള്ള. ഇത് ഈ ഇല്ലില്ല. മുടിയല്ലല്ലോ അല്ല, അത് ഒറിജിനലാ. മുടിയില്ലായ്മയ്ക്കും ഇത് ഒറിജിനലാ. ഇത് ഒറിജിനലാ. ഏത്? അവളുടെ മുടി ഒറിജിനലാ. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് രണ്ടും. മോളാ ഒറിജിനൽ. ശരി കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോ ഒറിജിനൽ, ഒറിജിനൽ എന്ന് പറയുമ്പോ ഡ്യൂപ്ലിക്കേറ്റ്. അത് മക്കളുടെ മുടി കാണാൻ എന്ത് ചന്തവാ, അസാധ്യ. താങ്ക് വി യു. ആർ സോ ഇംപ്രസ്ഡ്. താങ്ക് യു. അസാധ്യ ചന്തം. മോളെ എന്താണെന്നറിയോ, ഞങ്ങളുടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് മുടി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയണത്. എല്ലാവരുടെയും, ഞങ്ങൾ നാല് പേരുടെയും. അങ്ങനെ സത്യം പറയാം ബിജു. ഞങ്ങൾ 4 പേരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. രാവിലെ പ്ലീസ് തുടല്ലേ, ഷൂട്ട് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്തോ. ഇടയ്ക്ക് കയറി പിടിക്കല്ലേ പ്ലീസ്. ഇടയ്ക്ക് കയറി പിടിക്കല്ലേ. അതിൽ എപ്പോഴും പറയും, വിജു വേറെ എന്ത് തൊട്ടാലും കുഴപ്പമില്ല, എന്റെ വിഗ്ഗി പിടിക്കരുത്. ശരിക്കും ഇവര് മിണ്ടാതിരിക്കുന്ന വെച്ചാൽ അവരും വിഗ്ഗാ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇനി വലിച്ചു നോക്കണോ? ടേക്ക് നടന്നോണ്ടിരിക്കുകയാണ്. അയ്യോ, സത്യമായിട്ട് മോളെ ഇതെല്ലാം റോളിംഗ് ആണ്. ഇത് വരും പ്രൊമോ ആയിട്ട് മുടിയില്ലാതെ നിൽക്കുന്നു. ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഒരു ഉദ്ഘാടനം 5 പോയി കിട്ടും. ഉദ്ഘാടനത്തെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഒറിജിനൽ മുടിയാ. ഇതിനെല്ലാം കാരണം നമ്മുടെ ലച്ചുകുട്ടിയാണ്. അതെ അതെ. ലച്ചുകുട്ടി ഇന്ന് അങ്ങ് ചിരിക്കുക. ഏത് പട്ടാ മോളെ? കസവുള്ള പട്ടുടുത്ത്. കസവുള്ള പട്ടോ? പട്ടുടുത്ത് കവനി പുതച്ച്. കവനി? ആ, അതെന്തോ അത്? അറിയില്ല. ആ, എന്നാ പോട്ടെ. ആ, എന്നാ പുതച്ച് കൈത്താളത്തിൽ. കൈത്താളത്തിൽ തരികിട തിമി താളമടിക്കും കാതികനുണ്ടോ? തരികിടത്തിന് താളമടിക്കും കാതികനുണ്ടോ? നാട്ടാരെ കോമഡിയാണോ? നേരത്തെ പറയണ്ടേ ഇത്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് ക്ലാസിക്കൽ സോങ് ഒക്കെ വിചാരിച്ചു അണ്ണ മനസ്സിൽ താളമൊക്കെ ഇട്ട് നോക്കും. അല്ല, തുടക്കം ലൈൻ കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് മെലോഡിയസ് സോങ് ആയിരിക്കും. അപ്പൊ കോമഡിയാണ്. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. കസവുള്ള പട്ടുടുത്ത് കവണി പുതച്ച് കൈത്താളത്തിൽ തരികിടതിമി താളമടിക്കും കാതികനുണ്ടോ നാത്തൂനേ? കസവുള്ള പട്ടുടുത്ത് കവണി പുതച്ച് കൈത്താളത്തിൽ തരികിടതിമി താളമടിക്കും കാതികനുണ്ടോ നാത്തൂനേ? കഥ കഥയോ അമ്മായി കഥ, ഈച്ചക്കഥ പൂച്ച കഥയോ കഥയില്ല, കഥ പറയുന്നൊരു കാതികനുണ്ടോ നാത്തൂനേ?
പെണ്ണുണ്ടോ കോശകോശലേ പെണ്ണുണ്ടോ ചെറുകോശാലെ പെണ്ണുണ്ടോ വലിയൊരു ചന്ദന ഗോപിയിട്ട് അതിലൊരു കുങ്കുമ കുത്തുമിട്ട് വലിയൊരു ചന്ദന ഗോപിയിട്ട് അതിലൊരു കുങ്കുമ കുത്തുമിട്ട് ചൊടിയിൽ അലങ്കാര ചിരിയും വെച്ച് ഇതിലെ ഒരാൾ വന്നു നാത്തൂന് ചൊടിയിൽ അലങ്കാര ചിരിയും വെച്ച് ഇതിലെ ഒരാൾ വന്നു നാത്തൂന് കോശകോശലേ പെണ്ണുണ്ടോ ചെറുകോശാലെ പെണ്ണുണ്ടോ കോശകോശലേ പെണ്ണുണ്ടോ ചെറുകോശാലെ പെണ്ണുണ്ടോ കണ്ണകിയുടെ കഥ പാടും സ്വർണ്ണമണി ചിലമ്പുമായി കണ്ണഞ്ചും നർത്തനമുണ്ടി കളിയരങ്ങില്ല ഹാളേ കണ്ണകിയുടെ കഥ പാടും സ്വർണ്ണമണി ചിലമ്പുമായി കണ്ണഞ്ചും നർത്തനമുണ്ടി കളിയരങ്ങില്ല ഹാളേ അണിയറയിൽ വീണമീട്ടാൻ അപ്സരസുകളാണല്ലോ അത് കാണാൻ കൊതിയും കെട്ടി പോരേണ്ടേ നാത്തൂനെ അത് കാണാൻ കൊതിയും കെട്ടി പോരേണ്ടേ നാത്തൂനെ പെണ്ണില്ല ചെറുകോശാലെ പെണ്ണില്ല കോശകോശലേ 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 പെണ്ണില്ല ചെറുകോശാലെ പെണ്ണില്ല അടിപൊളി. ലച്ചുകുട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. എന്താ ഇതാരാണിത്? അത് കഥാപ്രസംഗക്കാരൻ. ആ ഇതാണ് കാഥികൻ. കാഥികൻ. അപ്പൊ എന്തിനാണ് ഈ കാഥികന്റെ അടുത്ത് വഴക്കിടാൻ പോയത്? വൃത്തികെട്ട കഥകളൊക്കെ ഓ എഴുതുന്നു. വൃത്തികെട്ട കഥ. അതാണ് എടാ സൂര്യ, നീ എന്ത് കഥയാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, വെറുതെ പറയാ. കൊള്ളാത്ത കഥകളൊക്കെ ഉണ്ടാക്കി എഴുതി ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യൂ ഇല്ല. ഇതുവരെ നീ ചെയ്യും. കേട്ടിട്ടില്ല. മോനെ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ കുറിച്ച് എം ജി അണ്ണനുള്ള അഭിപ്രായം ഭീകരമാണ്. ഇത്രയും നല്ലൊരു പയ്യൻ ഞാൻ കണ്ടിട്ടില്ല അണ്ണ എന്ന് പറഞ്ഞ ഒരാള് നീ വൃത്തികെട്ട കഥയും പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കരുത്. ഒന്നിനും കൊള്ളില്ലാത്ത കഥകൾ എഴുതുന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയില്ല കേട്ടു. അതെ, അല്ല അവൻ സീരിയസ് ആയിട്ടോ. എടാ ക്യാരക്ടർ നിൽക്കുക, ക്യാരക്ടറില്. ലക്ഷ്മിക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു കോറിയോഗ്രാഫി. ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് നല്ല എന്താണ്, ഇറ്റ് വാസ് സോ കളർഫുൾ. പാട്ടെന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും കോറസും ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹെൽപ്പ് ചെയ്തു. കൊശകൊശലേ പെണ്ണുണ്ട്, പഴയ ഒരു ചൊല്ലാണത്. അറിയാവോ മീനുട്ടിക്ക്? അറിയാവോ എന്താന്ന്? ഇല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ലച്ചുക്കുട്ടി പറഞ്ഞല്ലോ എന്തോ കഥകൾ, എന്തോ മോശക്കഥകളാ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് പെണ്ണ് കൊടുക്കില്ല. അങ്ങനെയുള്ള പഴയ ചൊല്ലുകളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു പാട്ട് മോള് നന്നായിട്ട് പാടി. തെറ്റൊന്നുമില്ല. എനിക്ക് ഒരു അടപ്പ് പോലെ ഫീൽ ചെയ്ത്, അത്രേ ഉള്ളൂ. ശബ്ദം ഒരു അടഞ്ഞിരുന്ന പോലെ തോന്നി, ഒരു തുറന്നങ്ങോട്ട് വന്ന പോലെ തോന്നിയില്ല. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർ നോക്കിക്കൊള്ളും, അത് EQ ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വിടും. നന്നായിരുന്നു മോളെ, രസമായിരുന്നു. അതുപോലെ സൂര്യനും നല്ല ഡാൻസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് പുരോഗമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു നാണമൊക്കെ കുറച്ചൊന്ന് മാറി, കുറച്ചുകൂടെ മാറാനുണ്ട്. ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അതുവരെ അവൻ വളരെ ഭവ്യതയോടു കൂടിയാണ് പറഞ്ഞത്, പഠിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഒന്ന് പേടിച്ചു പോയി കേട്ടോ. നമ്മുടെ ലച്ചുകുട്ടി പറഞ്ഞു അയ്യോ വൃത്തികെട്ട കഥകളൊക്കെ പറയുന്നു. അതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെയാണ്. ഓ അത് ശരി, നിന്റെ ക്യാരക്ടർ അങ്ങനെയാണോ? എന്റെ ക്യാരക്ടറോ? നിന്റെ ക്യാരക്ടറിനെ പറ്റി അവളിപ്പോ പറഞ്ഞു. അയ്യോ അങ്ങനൊന്നും ഇല്ല സാർ. ഇല്ല സാർ, ഇന്നലെ ഞങ്ങൾ ഇല്ല സാർ. ലക്ഷ്മി കുഞ്ഞേ എന്തോ നന്നായിരുന്നു മക്കളെ. താങ്ക് യു സാർ. ചില മോക്ക് പറ്റാത്തതാണ് ഈ ശ്രുതി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചേരായിക വരിക. അത് ഇതിനകത്ത് 1-2 സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷെ ഇതൊരു കോമഡി അല്ലേ.
കോമഡി റൗണ്ട് ആകുമ്പോൾ അത്രയൊക്കെ ശ്രുതിയിൽ കൂലകുഷമായിട്ട് പിടിച്ച് നിന്ന് നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ഓവറോൾ ഫീല് സൂപ്പറായിരുന്നു. താങ്ക് യു സർ. പ്രത്യേകിച്ച് നാത്തൂനെ എന്നൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞ ഏതോ ഒരു സ്ലാങ് ഉണ്ടായിരുന്നു. ആ ഒന്ന് പറഞ്ഞ നാത്തൂന് മക്കള് പാടിക്കാത്. അടിപൊളി, നൈസ് മക്കളെ, എല്ലാം നന്നായിരുന്നു. എന്നാലും ഇമാതിരി വെളിയിൽ പറയാൻ കൊള്ളരുതാത്ത കഥ പറഞ്ഞല്ലോ മക്കളെ. നിന്നെ കുറിച്ച് എന്ത് നല്ലൊരു അഭിപ്രായമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. ശരിക്കും നല്ല കഥ എഴുതും, പക്ഷെ ക്യാരക്ടർ ആയതുകൊണ്ട് പറയുന്നതാ. നല്ല കുട്ടി. മക്കളെ അത് ഇപ്പുറത്ത് നിൽക്കുന്ന മക്കളെയാ വിളിച്ചത് ഞാൻ. സർ മക്കളെ നന്നായിരുന്നു. താങ്ക് യു സർ. അത് ചെയ്യുക, അതിപ്പോൾ നാണിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ അത് ചെയ്യണം, അതാണ് സ്പിരിറ്റ്. അല്ല ചിലരുണ്ട് ഭയങ്കര അഭിനയത്തിലാന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിൽക്കുക, ഭയങ്കര പോറാ. ഇങ്ങനെ കുത്തി കുത്തി ചുമ. അത് കുത്തി ചുമക്കുന്ന നല്ലതാ മക്കളെ. അതെ അതെ അതെ, വളരെ. അതെ, ഞാൻ എന്റെ മനസ്സിൽ കുത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞാ നിനക്കെല്ലാം നല്ലതും വരും. താങ്ക് യു സർ. അണ്ടർലൈൻ ചെയ്തു. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഇങ്ങനെ ലക്ഷ്മി കുഞ്ഞമ്മേ ഓക്കറായിരുന്നു. നല്ല ഓളം ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും കഥാപ്രസംഗവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയും എല്ലാം അടിപൊളിയായിരുന്നു. മറ്റേ നമ്മുടെ ചക്കൻ അടിപൊളിയാണല്ലോ അല്ലേ? താങ്ക് യു സർ. അവൻ എല്ലാം സീരിയസ് ആയിട്ട് ക്യാരക്ടർ നന്നായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു സർ. ശരിക്കും ആ ഒരു ആംബിയൻസ് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ, നന്നായിട്ട് തന്നെ ചെയ്തു. ഒന്നും പറയാനില്ല ഈ പാട്ട് അല്ലേ, ജസ്റ്റ് ഫൺ. ഒരു ഒത്തിരി ഒന്നും ഇതിൽ ഒന്നും പറയാനില്ല. ഈവൻ ഒക്കെ ശ്രുതിയൊക്കെ പോയാൽ പോലും അതൊരു വിഷയമല്ല. ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ആനച്ചന്തം. മൊത്തത്തിലൊരു പവർ പഞ്ച് എല്ലാം ഉണ്ടായിരുന്നു മോളെ. മോള് പിന്നെ തകർത്തു ആസ് ഓൾവേസ് കേട്ടോ. മോളെ നല്ല കോസ്റ്റ്യൂം, ഓൻ്റെയും സൂര്യയുടെയും കേട്ടോ. താങ്ക് യു സർ. ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നടക്കാൻ പോണേന്ന് അങ്കിളിന് അറിയില്ലായിരുന്നു. പൊളിച്ചു, ഭയങ്കര രസമായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കഥാപ്രസംഗക്കാരൻ്റെ കഥാപ്രസംഗവും ആക്ഷനും എല്ലാം രസമായിരുന്നു. ഭയങ്കര ഒരു ബ്രൈറ്റ് വോയിസാണ് മോളുടെ, ഭയങ്കര ഗെയിൻ ഉള്ളൊരു വോയിസാണ്. നന്നായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളങ്ങനെ പ്രത്യേകിച്ച് എഴുതി വയ്ക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ കോറസും അശകുശലയും നല്ല പവർഫുള്ളായിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗുഡായിട്ട് പാടിയിട്ടുണ്ട് അവർ. മൊത്തം ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. അത്രേ നമ്മൾ ഈ ഒരു പെർഫോമൻസിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ലച്ചുകുട്ടി, ഈ പാട്ട് സാധാരണ ഒരു പാട്ട് അടിച്ചു പൊളിച്ച് പാടി. സോ വി ഹാവ് ഡിസൈഡഡ് ടു ഗിവ് യു 98 out of 100. Thank you, sir. ലച്ചക്കുട്ടി ആദ്യ ഒരു കസവുള്ള പൂക്കുറ്റി. Congratulations, you are awarded a Supreme. Thank you. All the best. Thank you. Tata. ടാറ്റാ. രസമുള്ള പട്ടുടുത്ത് കവണി പുതച്ച് കൈത്താളത്തിൽ തരികിടതിമിതാളമടിക്കും കാതികനുണ്ടോ നാത്തൂനേ. വർണ്ണവേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം പാട്ടുകാരി അതിഥി കുട്ടി. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. ഹായ് മക്കളെ. ഹലോ. റെഡ് കളറിൽ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ലാൽ സലാം. താങ്ക് യു. കൊള്ളാം കൊള്ളാം മക്കളെ. ഏത് പാട്ടാ പാടുന്നേ? വൈശാഖ പൗർണമിയോ. ബോംബെ രവി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൈശാഖ പൗർണമിയോ
പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ നൂറ്റൊന്നു വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മറക്കുടയുള്ള മൂവന്തി. 101 വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മറക്കുടയുള്ള മൂവന്തി. അലതുള്ളും പൂങ്കാറ്റിൽ നടനം പഠിക്കുന്ന മനക്കളി പറമ്പിലെ ചേമന്തി. മനക്കളി പറമ്പിലെ ചേമന്തി. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ. വെള്ളോട്ടുവളയിട്ട് വെള്ളിലത്തളിരിന്മേൽ ഇളവയിൽ ചന്ദനം ചാർത്തുന്നു. വെള്ളോട്ടുവളയിട്ട് വെള്ളിലത്തളിരിന്മേൽ ഇളവയിൽ ചന്ദനം ചാർത്തുന്നു. നിളയുടെ വിരിമാറിൽ തരളതരംഗങ്ങൾ കസവണി മണിക്കച്ചനുറിയുന്നു. കസവണി മണിക്കച്ചനുറിയുന്നു. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ. കൊള്ളാം, നന്നായിട്ട് പാടി കേട്ടോ. നന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്തു. അതായത് വൈശാഖ പൗർണമിയോ ഇത് ആദ്യം പാടുമ്പോൾ കറക്റ്റായിരിക്കും. അവിടെ ഒരു ശകലം ശ്രുതി കുറവാണ്, പിന്നെ പാടുമ്പോൾ ഒരു പൊടി. അതുപോലെ കോകില കൂജനമോ, കോകില കറക്റ്റായിരിക്കും, കൂജനം ശ്രുതി എന്ന് വിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി സാധാരണ അതിഥിയുടെ നിന്ന് വരുന്നതല്ല. പാട്ട് കറക്റ്റാണ് പാടുന്നത്. അതുപോലെ ഈ മൂവന്തി എന്നുള്ളതിൻ്റെ അവിടെ ഒരു സംഗതി ഇല്ലേ അനുപല്ലവില്, അത് പാടിയായിരുന്നോ അതോ വിട്ടുകളഞ്ഞു? പാടിയായിരുന്നു. ഒന്നുകൂടെ പാടാമോ? ഒന്ന് ഒരു ക്ലാരിറ്റി വരട്ടെ. 101 വെറ്റിലയും 100 തേച്ചിരിക്കുന്നു മുകിൽ മറക്കുടയുള്ള മൂവന്തി. മൂവന്തി. അത് കുറച്ചുകൂടെ സ്പീഡിൽ എടുത്താലേ പിന്നെ 101 എടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ 100 പോവും. ടോട്ടലി പാട്ട് മോള് പഠിച്ചിട്ടുണ്ട്, പാടിയതും കറക്റ്റാണ്. ലാസ്റ്റിലെ സംഗതിയൊക്കെ ഗംഭീരമായിരുന്നു. ലാസ്റ്റ് പാടി നിർത്തിയ സംഗതി ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ.
പിന്നെ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു. എങ്കിലും അതിഥി ഇതിനെക്കാട്ടിൽ ഒരുപാട് അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്ത് പാടുന്ന ഒരു കുട്ടി ഇത് എന്തുകൊണ്ട് പറ്റിയെന്നൊരു ചോദ്യചിഹ്നം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമ്മളെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല ജ്ഞാനസ്ഥയാണ് നീ. പാടുന്നത് കേൾക്കുമ്പോൾ അറിയാം. കുഞ്ഞ് പാടുമ്പോൾ കുഞ്ഞിനറിയാം. കുഞ്ഞെന്തോ ഏതോ ടെൻഷൻ മനസ്സിൽ കിടന്ന് ഉരുളുവാണല്ലോ കുഞ്ഞ്. എന്താണ്? ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചിരിയല്ല, ഒരു കള്ളച്ചിരിയാ കുഞ്ഞ്. അതെന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കുറഞ്ഞാൽ പിന്നെ അടുത്തങ്ങോട്ട് പാടുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഗ്രേഡ് കൂടി തന്നെ നിന്ന് കഴിഞ്ഞാൽ ആഹാ ഹാപ്പി. അപ്പൊ ഗ്രേഡ് കൂടി എങ്ങനെ നിൽക്കും അണ്ണാച്ചി? നന്നായിട്ട് പാടിയല്ലേ പറ്റൂ. അത്രേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതടാ. നമ്മൾ ഹാപ്പി ആയിട്ട് ഈ പ്രായം എന്ന് പറഞ്ഞാൽ എന്ത് മുത്തുപോലെ ചിരിച്ച് തുള്ളിച്ചാടി മറിയേണ്ട പ്രായമാണ്. ഗ്രേഡിന്റെ പുറകിലൊന്നും നമ്മൾ പോകേണ്ട ഒരു കാര്യമില്ല മക്കളെ, കേട്ടോ. എനിക്ക് ആ ലാസ്റ്റ് കോകില കൂജനമോ ഒന്ന് പാടിത്തരുമോ കൃത്യമായിട്ട്? വെരി എൻഡ് പല്ലവി. ആ അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള മോണ അസാധ്യത പാടി ടെറിഫിക് ആയിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ മക്കളെ. മക്കളെ കുഞ്ഞ് ജ്ഞാനസ്ഥയാണ്. ലവ് യു സോ മച്ച്. താങ്ക് യു സർ. ഡിയർ ജ്ഞാനസ്ഥ, സുഖല്ലേ? നന്നായിട്ട് പാടിയിട്ടോ. പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ തന്നെ ചെറിയ കുറച്ച് ഈ ശ്രുതിയുടെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലാസ്റ്റ് പല്ലവി വന്നപ്പോൾ ഭയങ്കര രസമായി. പിന്നെ ഗ്രേഡ് അത് വരും പോവും വരും പോവും. അത് വിഷയമേ അല്ല നമുക്ക്. അല്ലല്ലോ? ആണോ? ദാറ്റ് ഇസ് എ സ്പിരിറ്റ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നല്ല പാട്ടാണ്, നല്ല ഫീൽ കൊടുത്ത് തന്നെ പാടിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇത് ചില സാധനങ്ങൾ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ആ ദിവസം പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പാടിയാലും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വരത്തില്ല. ഓക്കെ മോളെ, താങ്ക് യു സർ. നമ്മൾ നല്ലൊരു സോങ് സെലക്ഷൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ഒരു പാട്ട് അല്ലേ? ഇത് ബോംബെ സാറിൻ്റെ പാട്ടല്ലേ? അപ്പോൾ മോള് ഇന്നത്തെ മോളുടെ പെർഫോമൻസ് അങ്കിളിൽ ഫസ്റ്റ് പല്ലവിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോള് ഭയങ്കരമായിട്ട് പെർഫെക്റ്റായിട്ട് പാടുന്നൊരു സിംഗറാണ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഇന്നത്തെ പെർഫോമൻസിൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല. കുഴപ്പമില്ല, ശരിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. So we are giving you 98 out of 100. താങ്ക് യു സർ. അതിഥി കുട്ടി, എന്തോ we are giving you a സുപ്രീ. താങ്ക് യു സർ. ആടി ഒരു വൈശാഖ പൂക്കുറ്റി. Congratulations, you are awarded a Supri. താങ്ക് യു. All the best, Sakare. Bye-bye. Welcome Nivedita Kutti on stage. തുള്ളിച്ചാടി വന്നത് എന്തുകൊണ്ടാ മക്കളെ? ജസ്റ്റ് ഫോർ ഫൺ, ജസ്റ്റ് ഫോർ ഹൊറർ, Just for entertainment. പാട്ടും ഹാപ്പി സോങ് ആണോ മോളെ? അല്ല, സാഡ് സോങ്. അതിനാണ് ഇവിടെ തുള്ളിച്ചാടി വന്നത്. സെഡാക്കി കളഞ്ഞു. അല്ല, മാനിനെ പോലും ഞാൻ ചാടി നമ്മൾ വിചാരിച്ചു മറ്റേ കോമഡി പെർഫോമൻസ് സാഡ് സോങ് ആണോ? അതുകൊണ്ടാണ് ഇത്ര സന്തോഷം. നിവിക്കുട്ടിക്ക് ഒരു അത്ഭുത സിദ്ധിയുണ്ട്. ഭയങ്കരമായിട്ട് ചീരിച്ച് കാളിച്ച് മാറിച്ച് ആടിച്ച് പൊളിച്ച് ഇങ്ങോട്ട് ചോരും, എന്നിട്ട് ഭയങ്കര സാഡായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു പാട്ട് പാടും. ആർക്കെങ്കിലും പറ്റൂ? എന്നിട്ട് മാർക്ക് മേടിച്ച് ഹാപ്പി ആയിട്ട് പോകും. ആർക്കും ഇല്ലാത്തൊരു സിദ്ധിയാണ്. പുള്ളി ഇങ്ങനെ ഉണ്ട്, ചിരിക്കുന്നുണ്ട്. ആരെങ്കിലും പറയും ഈ പാട്ടാ പാടാൻ പോകുന്നത്? ഏത് പാട്ട്? ഏതാ സാഡ് സോങ്? ദൈവമേ, നല്ല പാട്ടാ മക്കളെ. മകളെ ഇത് അസാധ്യമായിട്ട് പാടണം. മോളെ, ഈ പാട്ടിന്റെ മെയിൻ ഘടകം എന്താണെന്നറിയോ? ശ്രുതിയും ബാക്കിയെല്ലാം ചേരണം, ഫീലാണ്. കുറെ ഇങ്ങനെ വഴുതി വീഴുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതൊന്ന് മനസ്സിൽ ശ്രദ്ധിച്ചു വെച്ചോ പാടുമ്പോഴും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഞാൻ സീരിയസ് ആവുമ്പോ അതെ. आशा की बूंदें बन के
സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു ശ്വാസം മുട്ടില്. MJ കമ്പോസ് ചെയ്തൊരു സോങ് അദ്ദേഹം തന്നെ പാടി, ആ പാട്ട് അതുപോലെ തന്നെ നമ്മുടെ നിവേദിത കുട്ടി പാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏജിൽ ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല അവിടെ ഇരുന്നിട്ട്. എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ശ്വാസത്തിനൊരു തടസ്സം. കാരണം വെച്ച് കഴിഞ്ഞാൽ മോളെ ഓരോ പോയിന്റൊക്കെ പാടുന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് ആ ഒരു ഒന്ന് തള്ളിയൊക്കെ എടുത്ത് പാടുന്നൊക്കെ ഉണ്ടല്ലോ, ആ ഫീൽ. ഞാൻ തുടക്കത്തിൽ മോളെ അടുത്ത് പറഞ്ഞു, ഞാനത് ആ ഗ്ലൈഡൊക്കെ നോക്കണമെന്ന് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് അൺഇമാജിനബിൾ അല്ലേ, അൺഇമാജിനബിൾ ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. M. ജയചന്ദ്രനെയാണ് ഞാൻ ഇങ്ങനെ മുമ്പിൽ കാണുന്നത്. തകർത്തു. ഇവിടെ എനിക്ക് തോന്നുന്നു ദൈവീകത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാണ്. സത്യം പറയുകയാണെങ്കിൽ വെറുതെ പറയാനല്ല മോളെ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻസ് കഴിഞ്ഞപ്പോൾ ഏതൊരു സ്റ്റാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ് നിന്ന് ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് വരാൻ പോകണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവസാനത്തെ പല്ലവിയൊക്കെ അതിന്റെ എക്സ്ട്രീം. ഇതിനപ്പുറം ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല ഞാൻ പാടാൻ പറ്റുന്നത്. 4 പേര് ഒരുമിച്ച് ഒരു പാട്ടിന് വേണ്ടി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ലാസ്റ്റ് പല്ലവി മോളെ ലിറ്ററലി ഗൂസ് ബംസ്. ഒരു നിവർത്തി രക്ഷ ഉണ്ടാവില്ല. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും നെഞ്ചിൽ ഉള്ള ഒരു പാട്ടാണ്. അത്രയ്ക്ക് ഒരു പെയിൻ തരുന്ന ഒരു പാട്ടാണ്. അപ്പം മക്കളിത് എടുത്തോണ്ട് വന്നപ്പോഴും ഞങ്ങൾ വിചാരിച്ച മോള് ജ്ഞാനസ്ഥയാണ്, മോളിത് പാടും, നന്നായിട്ട് പാടും, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ മോളെ ആസാദ്യമായിട്ട് പാടി. നമ്മൾ ഓരോ അവിടെ നിന്നിട്ട് സഭാഷും ബലയും പറഞ്ഞ് ക്ഷീണിച്ച് പിന്നെ നടക്കാൻ പോലും ശക്തി ഇല്ലാതെ ഇവിടം വരെ വന്നത്. സത്യത്തിൽ ഇത് മോള് ഫിനാലേക്ക് പാടിയാൽ മതിയായിരുന്നു. ഈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പില് ചരിത്രത്തിൽ ഇങ്ങനൊരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല, ഈ പറയുന്നതിനിടയിലേ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഇതാരായത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വിചാരിച്ചു മീനൂട്ടിയാണോ എന്റെ പുറകോട്. പക്ഷെ എന്തോ ഒരു ചേഞ്ച്. ശരിയാണല്ലോ. ആരാ? നിവേദിതയുടെ ചേച്ചിയായിട്ട് വരും. ചേച്ചിയായിട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരായിട്ടാ വന്നേക്കുന്ന? അമ്മയായിട്ടോ? ചേച്ചിയാണോ? അല്ല, എന്റെ പുറകെ ഓടി വന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്നെ അടിക്കാനാണോ, ഇത് ആരാണെന്നും പിടികിട്ടിയില്ല. എന്തായാലും സന്തോഷം, നല്ലൊരു മുഹൂർത്തം. മോൾ അസലായിട്ട് പാടി. മോളുടെ ചേച്ചിയെ കണ്ടു. മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം എന്നെന്നും ഓർക്കാൻ തീർച്ചയായും നിവേദിത കുട്ടി നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. അത് മാത്രമല്ല, ജഡ്ജസിന്റെ ഒരു മാരത്തോൺ ഇതിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഓരോരുത്തരും ഓടി ഇങ്ങ് വരിക അസാധ്യമുള്ള കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അല്ല, നമ്മൾ എത്രയും പേര് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു പാട്ടിന് വേണ്ടി അല്ലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പോലുമില്ല. ഇവൻ നിരഞ്ജനയുടെ കാര്യം ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്ന് എനിക്ക് ഞാൻ ആലോചിക്കും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ ചിലപ്പോ ലാസ്റ്റ് ഫോട്ടോ എടുത്ത് നോക്കുമ്പോ നമുക്ക് ആർക്കും അറിയാത്ത ഒരാളെ ഫോട്ടോ ബോംബിംഗ് എന്ന് പറയും. അപ്പൊ എന്തായാലും നമുക്ക് യാതൊരു സംശയവുമില്ല, 100/100 അല്ല 200/100 ആണോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും മേലെ. മോളെ ഇതിന് മാർക്കില്ല, ദിസ് ഇസ് മാർക്ക്ലെസ്. ഞാൻ വെറുതെ നമ്മുടെ ചടങ്ങനുസരിച്ച് യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. MJ പൂക്കുറ്റി. ഒരുപാട് നാളായിട്ട് നമ്മുടെ നിവിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ വയലിൻ വായിക്കും, എൻ്റെ ചേച്ചി വയലിൻ വായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ആഗ്രഹം കൂടെ ഇവര് നിറവേറ്റാൻ പോകണം. ആരാ വായിക്കാൻ പോണേ? ഞാനാണ് സർ. ആണല്ലേ? എത്ര നാൾ പഠിക്കുന്നു? ഞാൻ ഇപ്പം വൈക്കം പത്മകൃഷ്ണൻ ടീച്ചറിന്റെ അടുത്ത് 2 വർഷമായിട്ട് വയലിൻ പഠിച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹം പാടി വായിക്കുകയാണോ അതോ വെറുതെ വായിക്കുകയാണോ? ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് MG സാറിന്റെ 3 സോങ്സ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയിൻ പോലെ വായിക്കാനായിട്ട്. വേറൊന്നും പറയാനില്ല, നമുക്ക് ഇവർ രണ്ടുപേരും കൂടെ ഈ കുടുംബത്തിന്റെ വയലിനും പാട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ. ദേവി
വിദ്യുതക്കുട്ടി എന്തോ കൊറേ നാളായോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട്? ആ ഏകദേശം. അപ്പൊ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? പണ്ടൊക്കെ അടിയായിരുന്നു, ഇപ്പൊ അധികം കാണാത്തോണ്ട്. അടി മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, അടിയല്ല മിസ് ചെയ്യുന്നേ. ഇപ്പൊ കാണാതെ ഇരിക്കുമ്പോ വിഷമം ഉണ്ടല്ലേ? അടി കൂടാനും പറ്റാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സാരല്ല. ഇപ്പാണ് വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുള്ള അടിയേ പറ്റുന്നുള്ളൂ. അവൾക്ക് എന്നെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഇടയ്ക്ക് ചേച്ചിനെ പോയി കാണാം കേട്ടോ. അല്ലെ ചേച്ചി ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾക്ക് വയലിനും കേൾക്കാലോ. അല്ലേ ശരി? തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലിതരാം നിന്റെ മാരനായി കൂടെ വരാം. മാട്ട് പൊങ്കലിൻ നെഞ്ചിലല്ലേ. താഴ്വാങ്കോവിൽ കൊടിയേറാറായി നിറനിറത്തോളം കൊയ്യാൻ നേരമാ. കൊട്ടും പാട്ടും കുരവേ വേണം, നിറമുള്ള കല്യാണത്തിൻ കാലമായി. താഴമ്പൂ മൊട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ എന്നും ആലോലം പൂമയിൽ ചാർത്താൻ. ചെല്ലച്ചെമ്മാനച്ചപ്പിലൊരിത്തിരി കുങ്കുമമുണ്ടേ, കൊഞ്ചം കടമായി തരുമോ തരുമോ. വായോ വായോ നീ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലിതരാം നിന്റെ മാരനായി കൂടെ വരാം. പാടാൻ മുതിരും നിലവേ കിഴക്കിനി മച്ചിൽ നിന്നും മാഞ്ഞുപോയി. ആരും മുത്താത്ത മുത്തണി മുന്തിരി പൊന്മണി തായോ മധുരം തരുമോ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലിതരാം നിന്റെ മാരനായി കൂടെ വരാം. MG അങ്കിളെ, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? എന്തിനു പറയണം, പറയാൻ തന്നെ വയ്യ. അത്രയ്ക്ക് പാട്ട് കേട്ട് എന്താണ്
നിറഞ്ഞു നിൽക്കുകയാണ് നിവിക്കുട്ടി, നിവേദിത. വെൽക്കം നിവേദിത കുട്ടി ഓൺ സ്റ്റേജ്. രാക്കിളി തൻ വഴി മറയും നോവിൻ തിരുമഴക്കാലം കാത്തിരിപ്പിൻ തിരിനനയും ഈറൻ തിരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം. അങ്ങനെ ഇന്നത്തെ ഒരു അതിമനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.